പഠിച്ചവരും പഠിച്ചു കഴിഞ്ഞവരുമായിട്ടുള്ള കുറച്ച് സുല്ലമേളും മദനികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എന്റെ മാതിരിയുള്ള സംശയങ്ങൾ അനവധി പ്ലസ് ടു അധ്യാപകർ ഇപ്പോഴുണ്ട് ആ സംശയത്തിൽ. പിന്നെ കുറെ ആൾക്കാർ പരിചയമുണ്ട്. അപ്പൊ അവരുടെ ഒക്കെ സംശയം തീരണം. അപ്പൊ അവർക്ക് പുറത്തേക്ക് വരാനില്ല. അവർ എന്നെ ചാവേറാക്കിയ ഈ പുറത്തേക്ക് വരാൻ വയ്യാത്ത നിങ്ങൾ ഈ പറഞ്ഞ അറബി അധ്യാപകരും മതം പഠിച്ചവരുമായിട്ടുള്ള ഒരുപാട് പേര് പേഴ്സണലായിട്ട് എനിക്കറിയാം, എന്നായിട്ട് ബന്ധപ്പെടാറുണ്ട്. പക്ഷെ അവരാരും പുറത്ത് പറയാൻ, അപ്പൊ അവർക്ക് ഒരു ചാവേറായിട്ട് എന്നെ വിട്ടതാണ്. അത് ശരി. അപ്പൊ അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു പ്രതീതിയായിട്ടാണ് സുല്ലമി വരുന്നത്. അപ്പൊ അവർക്കൊക്കെ ഉള്ള സംശയങ്ങളാണ് ഞാൻ അവരാണ് ചില പോയിന്റുകളൊക്കെ എനിക്ക് പറഞ്ഞത്. അതാണ് ഞാൻ അവിടെ അവരൊക്കെ ആ കണ്ടെത്തിയ അത് ശരിയാണോ അല്ലേ, അപ്പറഞ്ഞതും ശരിയാവണമെന്നില്ലല്ലോ, അത് ശരിയാണോ ഇല്ലോ എന്ന് ഞാൻ സ്വയം പഠിച്ചു. ആ സ്വയം പഠിച്ചതിന് ശേഷം എനിക്ക് ഈ സംശയങ്ങളൊക്കെ ഒന്ന് തീരണം. അതിനാരാ തീർക്കാനുള്ളത് എനിക്ക് ഞാൻ പല സ്ഥലത്തും പോയി അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഞാൻ പഠിച്ച അരീക്കോട് സുല്ലം സലാം അറബി കോളേജിൽ വരെ പോയി. അവിടുത്തെ പിന്നെ വലിയ ഒരു പണ്ഡിതന്റെ അടുക്ക് പോയിട്ട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു. വലിയൊരു പണ്ഡിതന്റെ അടുക്ക് കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഈ തൗഹീദ് വിഷയങ്ങളിലൊക്കെ ഞാൻ കാര്യമായിട്ട് ചോദിച്ചു, സംശയം ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ എന്താണോ, ഈ ഖുർആൻ അള്ളാഹുവിൻ്റെതാണ്, ഈ ഖുർആനിൽ ഒരു തെറ്റുമില്ല, ഇത് വളരെ വ്യക്തമാണ്, സുവ്യക്തമാണ്, ഇത് ദൈവത്തിൽ നിന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലുള്ള വൈബിയായ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. അതിൽ യുക്തി ഞാൻ അന്വേഷിക്കുന്നില്ല. പിന്നെ ഞാനുണ്ട് കുറെ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഓരോ യുക്തി പറഞ്ഞു. അത് യുക്തിയല്ലോ, ഈ ആയത്ത് യുക്തി ഇല്ലല്ലോ, ആ യുക്തികൾ നോക്കാൻ പാടില്ല. ഖുർആൻ അള്ളാഹുവിൻ്റെതാണ്, അതാണ് വിശ്വസിക്കുക. അപ്പൊ അതിൽ തെറ്റുണ്ടോന്ന് നോക്കാൻ പാടില്ല, അതില് വൈരുദ്ധ്യം ഉണ്ടോ എന്ന് നോക്കാൻ പാടില്ല, അതിൽ യുക്തി ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പാടില്ല. ഇതൊക്കെ അങ്ങനെയാണ് എന്ന് നമ്മൾ അങ്ങോട്ട് കണ്ണും ചിമ്മി വിശ്വസിക്കുക, ബൈബിൾ വിശ്വസിക്കുക. വൈബ് തന്നെ ഇതിൽ പറയുന്ന വൈബ് കുറെ ഉണ്ടല്ലോ. അല്ല, അത് ഖുർആനിൽ പറഞ്ഞ വൈബ്, അപ്പം മലക്കും നരക്കും സ്വർഗ്ഗമൊക്കെ പറഞ്ഞു എന്തോട്ടെ. അങ്ങനെ അപ്പൊ പിന്നെ ഞാൻ കൂടുതൽ അയാളോട് ചോദിക്കാൻ പോയില്ല. കാരണം അതൊരു സത്യസന്ധമായ നിലപാടാണെന്നാണ് എന്റെ അഭിപ്രായം. നേരെ മറിച്ച് ഇതിൽ ശാസ്ത്രമുണ്ട്, യുക്തി ഉണ്ട് എന്ന് പറഞ്ഞ് തർക്കിക്കാൻ വരുന്നവരാണ് ശരിക്ക്. അങ്ങനെ ഞാൻ നിർത്തി. അങ്ങനെ ആ സന്ദർഭത്തിലാണ് പിന്നെ വേറെ കുറച്ച് മാസ്റ്റർമാരുണ്ടായിരുന്നു, പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന മാസ്റ്റർമാർ. പ്ലസ് ടു പഠിച്ചവരും പഠിച്ചു കഴിഞ്ഞവരുമായിട്ടുള്ള കുറച്ച് സുല്ലമേളും മദനികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എന്റെ മാതിരിയുള്ള സംശയങ്ങൾ അനവധി പ്ലസ് ടു അധ്യാപകർ ഇപ്പോഴുണ്ട് ആ സംശയത്തിൽ. പിന്നെ കുറെ ആൾക്കാർ പരിചയമുണ്ട്. അപ്പൊ അവരുടെ ഒക്കെ സംശയം തീരണം. അപ്പൊ അവർക്ക് പുറത്തേക്ക് വരാനില്ല. അവർ എന്നെ ചാവേറാക്കിയ ഈ പുറത്തേക്ക് വരാൻ വയ്യാത്ത നിങ്ങൾ ഈ പറഞ്ഞ അറബി അധ്യാപകരും മതം പഠിച്ചവരുമായിട്ടുള്ള ഒരുപാട് പേര് പേഴ്സണലായിട്ട് എനിക്കറിയാം, എന്നായിട്ട് ബന്ധപ്പെടാറുണ്ട്. പക്ഷെ അവരാരും പുറത്ത് പറയാൻ, അപ്പൊ അവർക്ക് ഒരു ചാവേറായിട്ട് എന്നെ വിട്ടതാണ്. അത് ശരി. അപ്പൊ അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു പ്രതീതിയായിട്ടാണ് സുല്ലമി വരുന്നത്. അവരൊക്കെ അന്ന് ആ പിന്നെ സംവാദത്തിന്റെ ദിവസം സദസ്സിലുണ്ട്. അല്ല, അവരന്ന് അന്ന് പറഞ്ഞത് എന്താ വെച്ചാല് സദസ്സിലുണ്ട്, ഞാൻ സദസ്സ് എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ വരാന്ന് പറഞ്ഞു. സദസ് ക്യാമറയിൽ അപ്പൊ ഞങ്ങൾ എടുക്കുന്നില്ല, സദസ് എടുക്കുന്നില്ല എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് അവര് അന്ന് സദസ്സിൽ വന്നത്. അപ്പൊ അവർക്കൊക്കെ ഉള്ള സംശയങ്ങളാണ് ഞാൻ അവരാണ് ചില പോയിന്റുകളൊക്കെ എനിക്ക് പറഞ്ഞത്. അതാണ് ഞാൻ അവിടെ അവരൊക്കെ ക്യാമറയിൽ പോലും മുഖം കാണിക്കാതെ മറിഞ്ഞിരിക്കാൻ കാരണം എന്താണെന്ന് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതിനെ മറികടന്നുകൊണ്ട് ചാവേറാവാൻ സ്വയം തയ്യാറായതിന്റെ കോൺസിക്വൻസസ് അത് എന്റെ ആദ്യമുള്ള സ്വഭാവമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ അനന്തരഫലം എന്തായിരിക്കും നോക്കില്ല. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഖുർആൻ മാത്രമേ പ്രമാണം വെട്ടി തുറന്ന് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. പല കവലകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഒരുപാട് വേദികൾ. അത് തന്നെ ഒരു വലിയ നിഷേധമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഞങ്ങൾ പറയുന്ന നിഷേധവും ഈ പറയുന്ന ഖുർആൻ മാത്രം ഒന്നും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും അവർ കാണുന്നില്ല. ഞാൻ കോഴിക്കോട് പിന്നെ പന്നിയങ്കര ആ ഭാഗത്ത്, മഞ്ചേരി, പാണ്ടിക്കാട്, വണ്ടൂര് ഈ ഭാഗങ്ങളിലൊക്കെ വലിയ സദസ്സിൽ വെച്ചിട്ട് ഞാൻ വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്.